ഹായ് എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കുറെ നാളായി വീഡിയോ കിട്ടിയിട്ട് അപ്പൊ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു കുഞ്ഞു യാത്ര പോകുന്ന വീഡിയോ ആണ്. അപ്പൊ സ്ഥലമൊക്കെ ഞങ്ങൾ ഇങ്ങനെ വരും വഴി പറയാം. നമ്മള് വീഡിയോ ഇടാത്തതിന്റെ കാര്യം നമ്മുടെ ഫോണ് കംപ്ലൈന്റ് ആണ്. അപ്പൊ അതുപോലെ നമുക്ക് നെറ്റ്വർക്ക് അങ്ങനെയുള്ളതെല്ലാം പ്രോബ്ലം ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മളിതാ മീനും കൂട്ടി എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവാം. ഞായറാഴ്ച വൈകുന്നേരം. ഓക്കെ. അങ്ങനെ നമ്മളിപ്പോ ചുള്ളിമാനൂര് കഴിഞ്ഞ് ഇനി തൊളിക്കോട് പോകുന്ന വഴിക്കാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ചുള്ളിമാന്റെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. വരുന്നവർക്ക് ചുള്ളിമാനൂര് നേരെ തൊളിക്കോട്. അതെ, ഇനി തൊളിക്കോട് കഴിഞ്ഞിട്ട് വേണം എന്റെ തിരിയായി. അപ്പൊ നമുക്ക് ഇനി അടുത്ത് നമുക്ക് അവിടെ തിരിയുമ്പോ കാണാമേ. അപ്പൊ നമ്മള് ഇത് ചിട്ടിപ്പാറ നിൽക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് സ്ഥലം പറയാൻ പറ്റാതായി പോയി. നമ്മള് മാപ്പിൽ നോക്കിയാണ് ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോ വിതുരയിലെ ഉള്ള ടൂറിസ്റ്റ് പ്ലേസ് എന്ന് അടിച്ച് നോക്കിയപ്പോ വന്നൊരു സ്ഥലമാണ് ഈ ചിട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഞായറാഴ്ച ചിട്ടിപ്പാറ വരാം. അപ്പൊ നിങ്ങൾക്ക് കൂടെ വീഡിയോ എടുത്ത് കാണിച്ചു തരാന്ന് വിചാരിച്ചു. അതെ, ഇത് തൊളിക്കോട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 110 മീറ്റർ ഉണ്ട്. 110 മീറ്റർ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വലത്തോട്ട് കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് കൂടെ ദൂരം ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ അറിയാൻ പറ്റും, മാപ്പിൽ സെർച്ച് ചെയ്തൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ക്ഷേത്രം നമ്മൾ കാണിച്ചത്. നമ്മളിപ്പോ ടോപ്പിൽ വന്നപ്പോ പാറ ഇനി എവിടെയെന്നുള്ളത് പോയി നടന്നൊന്ന് കണ്ടിട്ട് വരാം. കണ്ടിട്ട് പറയാം. അപ്പോഴും നമുക്ക് കൂടെ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു ഏരിയ. മീനിന് നടക്കാൻ പയ്യ. മീനൊരു വണ്ടി ഇരുന്ന് ഉറക്കുമായിരുന്നു. അതിന്റെ ഒരു ഇതെല്ലാം ഇങ്ങനെ വാഴുന്നത് കേട്ടോ. മീനു നടന്ന് നമുക്ക് സ്ഥലം കണ്ടിട്ട് വരാം. ഒരു വ്യായാമമാവും അല്ലേ? ഇത് കണ്ട നമ്മളിതിന്റെ ടോപ്പിൽ നമ്മൾ ഏകദേശം പകുതിയിലെത്തിയപ്പോ കണ്ട വീഡിയോ ആണ്. നല്ല ഭംഗി ഉണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളി വീഡിയോ ആണ്. കാണുന്നത് എന്ത് ഭംഗി നോക്കിയതാ. നല്ല രസം. എങ്ങനെയുണ്ട് മീനു? നല്ല പച്ചപ്പല്ലേ, ആകാശമൊക്കെ കാണാൻ അടിപൊളി. ഈ ഭാഗം അങ്ങോട്ട് പോകുമ്പോഴേ കറക്റ്റ് ആ ഭംഗി അറിയാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് ഇത് എന്തായാലും നമ്മളെ കയറി നോക്കാം. നീ ഇതാ കേറാണ്ടതാ, നീ കയറി നോക്കിയാണ് എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ടോ. അപ്പൊ നോക്കാം. കേറിയാണല്ലേ എന്താവുന്നുള്ളത് ടോപ്പ് എത്തും പറയാം. നമ്മൾ എന്തായാലും നടന്നു തുടങ്ങി. എന്തായാലും ഇനിയിപ്പോ നടന്ന് ടോപ്പിലെത്തിയിട്ട് തിരിച്ചു പോവാം. വണ്ടി കിടക്കണ, വണ്ടി അങ്ങ് താഴെ കിടക്കണ, അങ്ങ് താഴെ കിടക്കണം. അതുകൊണ്ട് അത് കണ്ടാത് എവിടെ എന്റെ മീനോടെ മീനുവിനൊക്കെ ഭയങ്കര അതിശയം ഇതൊക്കെ കണ്ടിട്ട്. മീന് പൊന്മുടി പോയിട്ടുണ്ടാ? അതെ അതെ, പൊന്മുടിയാണ് നമ്മൾ ഈ വാക്ക് കാണുന്നത്. പൊന്മുടിയാണെന്ന് തോന്നുന്നു. അതല്ല പൊന്മുടി, അതായിരിക്കും ഇതായിരിക്കും പൊന്മുടി. നമ്മൾ ഇതിന്റെ 2 മല കാണുന്നുണ്ട്. ഇതിൽ ഏതാണെന്നുള്ളത് നമുക്ക് കൺഫ്യൂഷനാണ്. ഒന്നുകില് അതെ, ഈ ഏരിയ പിടി നമ്മളിങ്ങനെ വന്ന് ഇല്ല പൊന്മുടി ആ വാക്കായിരിക്കും. നമ്മള് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് തിരിഞ്ഞ് കയറിയത്. ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. പക്ഷെ അതിന്റെ ആ പച്ചപ്പ് കണ്ടോ? അതുകൊണ്ട് അങ്ങ് അറ്റത്ത് കാണുന്നത് കണ്ടോ? ആ വെയിലടിക്കണേന്റെ അതൊക്കെ വേറെ ലെവല് തന്നെ. നമ്മളിതാ ഇത് ഒരു റൗണ്ട് ചെയ്ത് വന്ന് വണ്ടിയൊന്നും കാണാനോ, വണ്ടി അങ്ങ് താഴെ കിടക്കണേ. ഒരു റൗണ്ട് ചെയ്ത് വന്ന് അടുത്തതാ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കും. എവിടെയാണെന്ന് വെച്ചാൽ അറിഞ്ഞോളൂ. ഞാൻ പൊയ്ക്കോണ്ടിരിക്കുകയാണ്. ഇനി താഴെ മേലെ ചെല്ലുമ്പോ ഇനി വേറെ ടീമുകൾ ആരെങ്കിലും ഉണ്ടാന്ന് പറഞ്ഞു. ഇതൊക്കെ തന്നെ സ്ഥലങ്ങൾ. അതുകൊണ്ട് ഒരു അമ്പലമുണ്ട് കേട്ടോ അവിടെ. അമ്പലത്തിൽ സ്ഥലമില്ല, ആളില്ല. നമ്മളിനി അതൊന്നും പറയണ്ടല്ലേ. അമ്പലം അങ്ങോട്ട് ഓപ്പല്. അയ്യോ, നല്ല തണുത്ത കാറ്റിരിക്കും. അങ്ങനെ ഞാൻ എന്തായാലും ഓടിക്കയറിയാണ്. മീനൂട്ടി ഓടിക്കയറി. മലയെന്ന് പറഞ്ഞ അയ്യോ കൊറേ ആയല്ലേ. അതെ, വഴി എന്തായാലും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ചുറ്റിപ്പാറ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രം, തമ്പുരാട്ടി ക്ഷേത്രമാണ് കേട്ടോ അത്. ഓക്കെ, ഇവിടത്തെ കുറച്ച് ഭാരവാഹികൾ, ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞേ, ഇവിടെ ഉള്ളവരൊക്കെ ആയിരിക്കും, ഒരുപാട് നേരം ഒന്നും നിൽക്കരുത്, അതേ കാടൊക്കെയാണ്,
ആൾവാസം ഇല്ല, ആള് ഉള്ള ഏരിയ അല്ല. ഒരുപാട് നേരമൊന്നും ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മളതുകൊണ്ട് ഇത് കാണിച്ചിട്ട് നമ്മൾ പോകാൻ പോകണേ. നമ്മൾ ഇനി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു, പോയി നോക്കട്ടെ കേട്ടോ. ഇതാണ് ചിട്ടിപ്പാറ സംഭവം. നമ്മൾ ഗൂഗിളിൽ കണ്ട് വന്നേനെ. അതെ, നമ്മൾ ഗൂഗിളിൽ കണ്ടു വന്നതാ. ഒരു സ്ഥലം കണ്ടിരിക്കാം, നമ്മളെ നാടല്ലേ എന്നുള്ള രീതിക്ക് വന്നതാണേ. എവിടെ? അമ്പലത്തിൽ ഇതിലേ കയറാൻ വന്നു. അതിലേറിയോ? അല്ല, അതിലേ കയറത്തില്ലല്ലോ. അതെ, ആ പാറ അവിടെ കയറി നോക്കാം. അയ്യോ, ഇവിടെ അമ്പലത്തിന്റെ ഇവിടെ ഒന്നുമില്ല. അപ്പുറത്ത് അതിലേ കയറി പോണം. അത് കയറണ്ട. ഇതാണ് അമ്പലം, ചിട്ടിപ്പാറ. അപ്പൂപ്പൻകാവ് നാഗത്തിന്റെ ഉണ്ട്. ചിറ്റിപ്പാറ ശ്രീ ആയിരവല്ലി ക്ഷേത്രം, തമ്പുരാട്ടി ക്ഷേത്രം. അടിപൊളി കേട്ടാ, വേറെ ലെവല് തന്നെ. നമ്മളിതാ ഇതിലേ കൂടിയാണ് കയറി വന്നത്. പാറ അപ്പർ സൈഡായിരിക്കും. നോക്കാം. ചിറ്റിപ്പാറയല്ലേ, ചിറ്റിക്കൂരി. പാറയില് വെയിലുണ്ടോന്ന് തോന്നണ കേട്ടാ. ഇതാണ് വഴി. ഇതാണ് വഴി കേട്ടോ. വഴി ക്ലിയർ അല്ല. നമ്മളിതാ ഇതാണ് പാറ. ടോപ്പിൽ കയറണം, പക്ഷെ ടോപ്പിൽ നമ്മൾ പോകുന്നില്ല. പോയി ശരിയാവത്തില്ല, തെറ്റല്ലുണ്ട്. കയറണമെങ്കിൽ കയറി നോക്കാം. പിന്നെ വാ അങ്ങോട്ട് വന്നു നോക്കാം. വാ പോയി നോക്കാം. പിടിച്ചു കയറുവായേ. അല്ലേ, ഇപ്പുറത്തൂടെ കയറി പോവാൻ കേട്ടാ. ചിട്ടിപ്പാറ. നമ്മളപ്പോ ഇനി ടോപ്പിൽ കയറിയിട്ട് നമ്മള് വീഡിയോ ഇട്ടാ. പിന്നെ മീനൂട്ടി ഭാവിച്ച് കയറി വരികയാണ്. കയറുവാ തിരിച്ചിനി എങ്ങനെ ഇറങ്ങും? അത് കണ്ട, നമ്മളങ്ങനെ ചിട്ടിപ്പാറ എത്തി. എവിടെ? ചിട്ടിപ്പാറ. കുരങ്ങന്മാരെ കളി. അതൊക്കെ പിടിച്ചു കയറി പറഞ്ഞേ. ഹായ്. എടേ ബാബ, ഇനി അങ്ങോട്ട് പോണ്ടല്ലേ. അങ്ങോട്ട് പോയ അവരുടെ വാസകേന്ദ്രങ്ങൾ തുലച്ചെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോ അവര് നമ്മളുമായിട്ട് ചിലപ്പോ ശണ്ട ഉണ്ടാവും. അയ്യോ, കുരങ്ങ പോണ്ട വാ. നമ്മളൊന്നിനുമില്ല, നമ്മള് പോവേണേട്ടാ. ചുറ്റിപ്പാറെല്ലാം കാണിക്കാൻ വേണ്ടി നല്ല അടിപൊളി സ്ഥലമല്ലേ. അടിപൊളി സ്ഥലം. എന്താ നമ്മള് വിചാരിച്ചതൊക്കെയല്ലേ, നമ്മള് തിരിച്ചു പോവാന്നാണ് വിചാരിച്ചത്. ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ്. സൂപ്പർ. അതെട്ടോ, ഇതൊരു പരന്ന പാറയാണേ. അതെ, പരന്ന പാറ. എത്രത്തോളം ഉണ്ടെന്നൊന്നും അറിയാൻ പറ്റില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ അത് അത്രയും മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇവിടെ വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുന്നേട്ടാ. വെള്ളത്തിന്റെ ഇത് കണ്ട അടിയാണ്. ഇത് വെള്ളത്തിന്റെ അവിടെ വെള്ളമൊക്കെ കാണും, കാണാതിരിക്കത്തില്ലല്ലോ. നമ്മളിതോ അവിടെ നിന്നിട്ട് തൊളിക്കോട് ഭാഗം തോണ്ട വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അവിടെ നിന്നാണ് വന്നത് ഇങ്ങോട്ട്. അപ്പൊ നമ്മളിത് ചിട്ടിപ്പാറയുടെ നമ്മൾ കയറി വന്നപ്പോൾ ഇടത് സൈഡാണ് കേട്ടോ. ഇടത് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് വ്യൂ. അടിപൊളി തന്നെ, കാണാൻ സൂപ്പർ തന്നെ, സൂപ്പർ. നോക്കിയേ, ചിട്ടിപ്പാറ. ഇതാണ് ചിട്ടിപ്പാറയുടെ പാറ. സത്യം പറഞ്ഞ പാറ ഇതാണ്. നമ്മൾ അവിടെ നിന്നാണ് തിരിച്ചിറങ്ങി വന്ന് ഞാൻ ഈ സൈഡ് കാണിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ് കേട്ടോ. ഇവിടെ ഉണ്ടെന്ന് താഴ്വാരമാണ്, ഫുള്ള് താഴ്വാരം. അത് കണ്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ വീണാ പിന്നെ ഒരു പൊടി പോലും കാണത്തില്ല. ചുമ്മാ അല്ല, നമ്മളെ തൊളിക്കോട് വിതര ഏരിയയൊക്കെ നമ്മുടെ പ്രളയബാധിതരത്തിന്റെ ഇതിലേ അവര് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇടയ്ക്ക്. അത് ചിലപ്പോൾ അതാവാനാണ് ചാൻസ്. ഇങ്ങനെയുള്ള മലകൾ നമുക്ക് ഇവിടെ കൂടുതലാണ്, അപ്പൊ അതുകൊണ്ടൊക്കെ ആവാം. പിന്നെ നമ്മളിത് പറയുന്നതാണ് കേട്ടോ, നമുക്കതിനെ കുറിച്ച് കറക്റ്റ് അറിയത്തൊന്നുമില്ല. നമ്മൾ യൂട്യൂബിൽ കണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ താഴോട്ട് ഇറങ്ങാറായി. അപ്പൊ നിങ്ങള് കണ്ടല്ലോ, റിവ്യൂ ഒക്കെ കണ്ടേ. ശരി, ഓക്കെ. സാഹസികം കയറിയാടി. വരഞ്ഞല്ലേ, മൂല വരണം. അതാ നമ്മുടെ ചുട്ടിപ്പാറ. വ്യൂ. നമ്മള് ടോപ്പില് ഏറ്റവും ടോപ്പിൽ കയറിയില്ല, അവിടെ കുരങ്ങന്മാര് കൂടുതൽ. പക്ഷെ നമ്മള് ഇനി ഒരു ദിവസം വരുമ്പോ നമ്മൾ ആ വീഡിയോ ഇട്ടുതരാം. എല്ലായിടത്തും ഓരോ വീഡിയോ ബാക്കി വെച്ചിട്ടാണ് പോകണം തന്നെയല്ലേ. ഇതിപ്പോ ആൾക്കാർ ആരും ഇല്ല. അതുമല്ല ഇപ്പോഴും നമ്മളിവിടെ കയറാൻ പറ്റിയ ഒരു അവസ്ഥയല്ല. നമ്മള്
നമ്മൾ വന്നപ്പോ തന്നെ ഒരുപാട് ആണുങ്ങളൊക്കെ താഴെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവര് തന്നെ പറയുകയും ചെയ്തു ഒരുപാട് സമയമൊന്നും നിൽക്കരുത് എന്ന് അവര് തന്നെ പറയുകയും ചെയ്തു. ലേഡി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ വാവച്ചിയും മീനൂട്ടിയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വനത്തെ ഇത് കണ്ടോ, അത് വനമാണ്. അപ്പൊ ഈ വനത്തിന്റെ ഇടയിൽ നമുക്ക് അങ്ങനെ വരത്തില്ല. അപ്പൊ വരികയാണെങ്കിൽ നമ്മൾ ഒരു സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മള് ഒന്നിൽ കൂടുതൽ ആൾക്കാർ, അതെ ലേഡീസ് ഒക്കെ വരുമ്പോ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് കുറച്ച് ആൾക്കാരായിട്ടൊക്കെ വരാവൂ. അല്ലാതെ നമ്മൾ ഈ വന്നാണക്ക് നമ്മൾ 2-3 പേര് മാത്രമായിട്ടൊന്നും വരരുത്. സ്ഥലം എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ, വേറെ ലെവല് തന്നെ, അടിപൊളി. അതെ, നമ്മള് പോയ വഴി ഇതല്ല കേട്ടോ, നമ്മൾ അപ്പുറത്തൂടെയാണ് പോയത്. പക്ഷെ ഇതാണ് കറക്റ്റ് വഴി എന്നിപ്പോ നമ്മൾ വന്ന 2 അനിയന്മാര്, അതെ 2 അനിയന്മാര് ഇപ്പൊ ഇതിലെ കയറി വന്നായിരുന്നു. അപ്പൊ അവരാണ് നമുക്ക് പറഞ്ഞു തന്നത് ഇതാണ് കറക്റ്റ് വഴി, ഇതിലേ വരണ കേട്ടാന്ന് പറഞ്ഞത്. അതാണ് നമ്മളിപ്പോ ഇതിലേ ഇറങ്ങി വന്നത്. ഡേഞ്ചറൊക്കെയാണ്, പക്ഷെ മറ്റേത് തെറ്റില്ല. മറ്റേത് പക്ഷെ നമ്മൾ വന്നത് മഴ പെയ്താലേ ഒട്ടും വരത്തില്ല. ഇവിടെ കൊള്ളാം, ഇത് കുഴപ്പമില്ല, നല്ല നിരപ്പുള്ള സ്ഥലം. എന്താ ഫുള്ള് പാറകളൊക്കെ കണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഈ പാറകൾ വന്ന് കണ്ടിട്ട് വേണം വയനാടിനെ ഓർക്കാൻ, അല്ലേ? ശരി. കൊതുകൊണ്ട് കേട്ടാ, കൊതു. ഇരുന്ന് വാ മക്കളെ, ഇരുന്ന് വാ. പിന്നല്ലാതെ ഏക്കർ കണക്ക് ഇത് മൊത്തം പാറയാ. നമ്മൾ ഈ ഇറങ്ങി വന്നത് ഫുള്ള് പാറ. നമ്മളിതാ വന്നപ്പോ ഇറങ്ങണത് അമ്പലത്തിന്റെ നമ്മളെ ഫ്രണ്ടിൽ നോക്കുമ്പോ ഇടത് സൈഡിലാണ് വന്നിറങ്ങി. ഇടത് സൈഡിലോട്ട് വേണം തിരിയായി. സത്യം പറഞ്ഞാൽ നമ്മള് കയറി പോയത് വലത്തോട്ടല്ല. ഒന്നുമില്ല, രാത്രിയൊന്നും വരരുത്. നല്ല പകല് വെളിച്ചത്തെ മാത്രമേ വരാവൂ. ഇത് നോക്കി, സെറ്റ് അടിപൊളി. ഇതാ നോക്ക്, ഇതാ അമ്പലം. നമ്മളിതാ ഇപ്പൊ ഇതിലെ വന്നിറങ്ങി. നമ്മളിതിലെ വന്ന് വലത്തോട്ടാണ് നമ്മൾ പോയത്. നമ്മൾ വലത്തോട്ടല്ല പോകേണ്ടത്, എന്റെ ഇടത്തോട്ട് വഴിയുണ്ട്, ഇടത്തോട്ടാണ് നമ്മൾ പോയത്. ഇതിലേ വരരുതെന്ന് അവർ അടച്ചേക്കണം കേട്ടോ. ഇതിലെ അടച്ചേക്കണം, അപ്പുറത്തൂടെ പോകുന്ന അപ്പുറത്തൂടെ അതിലെ ഇറങ്ങിപ്പോയി. ഇതൊക്കെ അമ്പലമല്ലേ, നാഗരാജാക്കന്മാരുടെയൊക്കെ ഏരിയ. നമ്മൾ ഈ വഴിയും കാണിക്കണ്ടേ, എല്ലാ വഴിയും കാണിക്കും. മുള്ളുണ്ടേ, അപ്പൊ ഞാൻ ഈ വഴി കാണിക്കുകയാണ്. അപ്പൊ ശരി, ഓക്കെ. ഇനി നമുക്ക് ഇറങ്ങിയിട്ട് താഴെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. കാട് കണ്ടില്ലെന്ന് പറയരുത്, നമ്മളതാ കാടിൽ കൂടെയാണ് വന്നത്. ഇതിന്റെ ഇടയിൽ കൂടെ വന്നു. ഇതിലെ താഴെ ഇറങ്ങി പോവാം, പിന്നെ ഇതിലെ ഇറങ്ങി വരികയും ചെയ്യാം. ഇതില് നമ്മൾ ഇറങ്ങിയില്ല, നമ്മളെ ഏലയൊക്കെ പുറത്ത് ചാടി. എന്താ വാ, അതൊക്കെ നോക്കി വരണേ മീനു നോക്കി വരണേ. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ അമ്പലത്തിന് മുമ്പ് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി വെച്ച് കേട്ടാലേ. അപ്പൊ നമ്മൾ ഇനി താഴോട്ട് ഇറങ്ങണേ. ഓക്കേ, ഇതാണ് നമ്മള് ചെട്ടിപ്പാറയിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്താ പറയാ, വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പൊ തിരിച്ചു വന്നപ്പോ ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഭയങ്കര ഒത്തിരി എന്താ പറയാ, ബൈക്കൊക്കെ കയറി വരുമല്ലേ ചേട്ടാ, ബൈക്കും കയറി വരും. ഓട്ടോയിൽ നമ്മള് പാടുപെട്ടാണ് കേട്ടോ കയറി വരുന്നത്. ഇതുണ്ടോ റോഡ് ഇങ്ങനെ ഒരു അവസ്ഥ, ഇങ്ങനെയാണ്. ഇതാണ് കേട്ടോ റോഡ്, അതായത് എസ് ആകൃതിയിലല്ലേ. അതെ, നമ്മളിതാ റോഡ് കാണിച്ചു തരാം. എന്താ ഇത് കണ്ട, നമ്മളിതാ ഇങ്ങനെ ഇറങ്ങി പോകരുതാ. ഇത് താഴെ വയ്ക്കിട്ട് താഴെ മല കണ്ട, നമ്മള് ഒന്ന് താഴെ ഇറങ്ങി പോണം. ഓക്കെ, ഇതാണ് കേട്ടോ റോഡ്. ഇവിടെയൊക്കെ ഇടയ്ക്കത്തെ ഞങ്ങള് വീട് കാണുന്നുണ്ട് കേട്ടോ, കൊച്ചു വീട്. അത് പണ്ടത്തെ ഒരു ഗ്രാമം എന്നൊക്കെ പറയില്ലേ, ഓടിട്ട് കണക്കിനുള്ള പണ്ടത്തെ വീടുകൾ കാണുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഇടയിലൊക്കെ വീടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് കാണുമ്പം ചിലപ്പോ ഇത് നേരെ ഫോണ് നമ്മള് മാപ്പ് നോക്കി കയറി വന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, എസ് ആകൃതിയിലാണ് കേട്ടോ റോഡ് കിടക്കുന്നത്. അമ്പലം കേട്ടോ, ചെറിയ കുഞ്ഞു അമ്പലങ്ങൾ. ഇതിപ്പം 2 അമ്പലമാണല്ലേ നമ്മള് കണ്ടത്. അമ്പലം ഉണ്ട് കേട്ടോ. ഇതാണ് വഴി.
അപ്പോ കൂട്ടുകാരെ ഞങ്ങളുടെ ചിറ്റിപ്പാറ യാത്ര ഇതൊക്കെയായിരുന്നു. അപ്പൊ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ഈ ഭാഗത്ത് അടുത്തൊക്കെ ഉള്ളവർ വന്ന് കാണാത്ത കൂട്ടുകാരാണെങ്കിൽ വന്നൊന്ന് കാണണം. ഫാമിലിയോടൊപ്പം വരണം കേട്ടോ. സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.